അമേരിക്കയിൽ ഉപരിപഠനം നടത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഭരണകൂടം ആരംഭിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥി വിസ അഥവാ F1 വിസയിൽ എത്തുന്നവരുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് ബെനിഫിറ്റായ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ OPT നിർത്തലാക്കാനോ പരിമിതപ്പെടുത്താനോ ഉള്ള നീക്കങ്ങൾ US ഭരണകൂടം ആരംഭിച്ചിരിക്കുകയാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റാണ് ഇത് സംബന്ധിച്ച പുനഃപരിശോധന ആരംഭിച്ചിരിക്കുന്നത്. 2026 ജനുവരി 9 ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കത്ത് പ്രകാരം നിലവിലെ OPT സംവിധാനം അമേരിക്കയുടെ തൊഴിൽ വിപണി, നികുതി ഘടന, ദേശീയ സുരക്ഷ എന്നിവയ്ക്ക് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം വ്യക്തമാക്കി. സെനറ്ററായ എറിക് ഷ്മിറ്റിന് നൽകിയ കത്താണ് പുറത്തു വന്നത്. കോൺഗ്രസ് നേരിട്ട് നിയമനിർമ്മാണം നടത്തി ഉണ്ടാക്കിയതല്ല ഈ പദ്ധതിയെന്നും കേവലം ചട്ടങ്ങളിലൂടെ നടപ്പിലാക്കിയതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ തന്നെ പുതിയ നിയമങ്ങളിലൂടെ ഇതിൽ മാറ്റം വരുത്താൻ സർക്കാരിന് സാധിക്കുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് സൂചിപ്പിക്കുന്നു. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിനിടെയാണ് OPT പ്രോഗ്രാം പുനഃപരിശോധിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് OPT പ്രോഗ്രാം എന്ന് വിശദമായി നോക്കാം. അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിൽ പ്രായോഗിക പരിശീലനം നേടുന്നതിനായി നൽകുന്ന താൽക്കാലിക തൊഴിൽ അനുമതിയാണ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഇതൊരു പ്രത്യേക വിസയല്ല, മറിച്ച് വിദ്യാർത്ഥി വിസയുടെ ഭാഗമായി ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ്. OPT പ്രധാനമായും 2 രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. ഒന്ന്, പ്രീ കംപ്ലീഷൻ OPT, അതായത് പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ട് ടൈമായോ അവധിക്കാലത്ത് ഫുൾ ടൈമായോ ജോലി ചെയ്യാൻ ഈ അനുമതി ഉപയോഗിക്കാം. 2, പോസ്റ്റ് കംപ്ലീഷൻ OPT, അതായത് പഠനം പൂർത്തിയാക്കിയ ശേഷം ലഭിക്കുന്ന അനുമതിയാണിത്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇത് തിരഞ്ഞെടുക്കുന്നത് പഠനശേഷം അമേരിക്കയിൽ ജോലി ചെയ്ത് പരിചയം നേടാനാണ്. സാധാരണ എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും 12 മാസത്തെ OPT കാലാവധിയാണ് ലഭിക്കുന്നത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ബിരുദം എടുക്കുന്നവർക്ക് 24 മാസം കൂടി അധികമായി ലഭിക്കും. അതായത് ഇവർക്ക് ആകെ 36 മാസം ജോലി ചെയ്യാൻ സാധിക്കും. നിലവിൽ അമേരിക്കയിൽ 3 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും OPTയെയും STEM എക്സ്റ്റൻഷനും ആശ്രയിക്കുന്നവരാണ്. ഇത് വെട്ടിക്കുറയ്ക്കുകയോ നിബന്ധനകൾ കടുപ്പിക്കുകയോ ചെയ്താൽ വലിയ തുക ലോൺ എടുത്തും മറ്റും പഠിക്കാനെത്തുന്നവർക്ക് തിരിച്ചടിയാകും. ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ അമേരിക്കൻ തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന വാദം. OPT വഴി വിദേശ വിദ്യാർത്ഥികൾ തൊഴിൽ വിപണിയിൽ എത്തുന്നത് സ്വദേശികൾക്ക് തിരിച്ചടിയാകുന്നുണ്ടോ എന്ന് പരിശോധിക്കും. കൂടാതെ വിസ തട്ടിപ്പുകൾ തടയുന്നതിനും സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാമിന്റെ മേൽനോട്ടം ശക്തമാക്കുന്നതിനും ഈ നീക്കം ലക്ഷ്യമിടുന്നു. അതേസമയം ഈ നീക്കം അമേരിക്കയുടെ വിദ്യാഭ്യാസ മേഖലയെ തളർത്തുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. OPTയിൽ നിയന്ത്രണങ്ങൾ വരുന്നത് പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ അമേരിക്കയെ പിന്നിലാക്കിയേക്കാം. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നാണ് ഇവരുടെ പക്ഷം. വരും മാസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതയും പുതിയ നിയമനിർമ്മാണങ്ങളും ഉണ്ടാകുമെന്നാണ് വിവരം.